ഞാൻ ജോഹാൻ ടോമിക്കലാനി, ഗിരിജീവൻ ബദനി സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ലോകപ്രസിദ്ധമായ ആയി അപ്പൂപ്പൻ എന്ന ചെറുകഥയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അയാൾ തീർത്തും വയസ്സനായിരുന്നു. ഒരു ഇടത്തന ഫിഷിംഗ് ബോട്ടിൽ ഏകനായി മത്സ്യബന്ധനത്തിന് പോകാൻ തുടങ്ങിയിട്ട് 84 ദിവസം പിന്നിട്ടിരുന്നു. ഒരൊറ്റ മത്സ്യം പോലും ലഭിക്കാതെ ആദ്യത്തെ 40 ദിവസം ഒരു പയ്യൻ കൂട്ടിന് പോരുമായിരുന്നു. മത്സ്യമൊന്നും കിട്ടാതെ 40 ദിനം കടന്നപാടെ പയ്യന്റെ മാതാപിതാക്കൾ അവനെ പിൻവലിച്ചു. അപ്പൂപ്പന് ഭാഗ്യദോഷത്തിന്റെ പാരമ്യമാണെന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. ഓരോ ദിനാന്ത്യത്തിലും ശൂന്യമായാണ് അയാൾ മടങ്ങിയെത്തുന്നതെങ്കിൽ പോലും പയ്യൻ മുറിയിലെത്തി ആവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. തനിക്ക് ലഭിച്ച വമ്പൻ മത്സ്യമായ മാർലിൻ എന്ന മത്സ്യത്തെ കരയിലെത്തിക്കാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് അദ്ദേഹം സ്വപ്നങ്ങൾ കണ്ടു. തന്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അതിന്റെ മാംസം പങ്കുവെച്ചു കൊടുത്തതിനെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആ മത്സ്യത്തെ കരയിലെത്തിച്ചു. ആ മത്സ്യത്തിന് മാംസമില്ലായിരുന്നു, പക്ഷേ അസ്ഥികുളം മാത്രമാണ് മാംസക്കൊതിയന്മാരായ സ്രാവുകൾ ബാക്കി വെച്ചത്. സാന്റിയാഗോയ്ക്ക് ഇത് സഹിക്കാനായില്ല. എങ്കിലും അദ്ദേഹം പതിവ് പോലെ കടലിൽ നിന്ന് വന്ന ക്ഷീണം കൊണ്ട് രാത്രിയിൽ ഉറങ്ങി. ആ ഉറക്കത്തിലും അദ്ദേഹം കാണാൻ ശ്രമിച്ചത് ശുഭമായ സ്വപ്നങ്ങളാണ്. അദ്ദേഹം കണ്ടതും ശുഭമായ സ്വപ്നങ്ങൾ തന്നെ. ഐശ്വര്യത്തിന്റെയും സമത്വത്തിന്റെയും ഈ ഓണം നാളുകളിൽ വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ ഏറ്റവും നല്ല പുസ്തകമാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ ചെറുകഥ.